ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കാണിച്ചുകൊണ്ടാണ്. കേരള സെലിബ്രേറ്റ് സോളാർ എക്ലിപ്സ്. കേരളം എന്താണ്? സൂര്യഗ്രഹണം ആഘോഷിച്ചു. സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ സൂര്യഗ്രഹണം. തിരുവനന്തപുരം, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു കനകക്കുന്ന് പാലസ് ടു ഒബ്സർവ് ദി സോളാർ എക്ലിപ്സ്. നൂറുകണക്കിന് ആളുകൾ എന്താണ്? കനകക്കുന്ന് പാലസിലേക്ക് സോളാർ എക്ലിപ്സ് സൂര്യഗ്രഹണം കാണുന്നതിന് വേണ്ടി എത്തി. അറേഞ്ച്മെൻറ്റ്സ് ഹാഡ് ബീൻ മെയ്ഡ് അറ്റ് സ്കൂൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി സ്റ്റേറ്റ് ടു വിറ്റ്നസ് ദ സോളാർ എക്ലിപ്സ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് സൂര്യഗ്രഹണം കാണാൻ സംവിധാനം ഒരുക്കി. ഹാവ് യു റീഡ് അബൌട്ട് സോളാർ എക്ലിപ്സ്, എ സെലീഷ്യൽ വണ്ടർ? ഹാവ് യു എവർ സീൻ എ സോളാർ ഓർ ലൂണാർ എക്ലിപ്സ്? അപ്പോൾ നിങ്ങളും ഈ സൂര്യഗ്രഹണത്തെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ സോളാർ എക്ലിപ്സ് ഓർ ലൂണാർ എക്ലിപ്സ്? നിങ്ങൾ സൂര്യഗ്രഹണമോ ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ചന്ദ്രഗ്രഹണമോ കണ്ടിട്ടുണ്ടോ? ഹൗ ഡസ് എൻ എക്ലിപ്സ് ഒക്കർ? എങ്ങനെയാണ് ഒരു ഗ്രഹണം നടക്കുന്നത്? ഡിസ്കസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ നടക്കുന്നത് അതിനൊക്കെ കുറിച്ചിട്ടാണ്. ടു അണ്ടർസ്റ്റാൻഡ് സച്ച് എ സെലീഷ്യൽ വണ്ടർ വി ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് ഷാഡോസ്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾക്ക് എന്താണ് ഷാഡോസ്, നിഴലിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ വേണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ നോക്കാൻ പോകുന്നത് ഷാഡോസ്, നിഴലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഷാഡോ, യു മൈറ്റ് ഹാവ് സീൻ യുവർ ഓൺ ഷാഡോ, ഹൗ ഇറ്റ് ഫോംഡ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഷാഡോസ്, സ്വന്തം നിഴലിനെ കണ്ടിട്ടും എങ്ങനെയാണത് ഉണ്ടാവുന്നത്? ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്? ഒരു മരത്തിൻ്റെ പിക്ചറും പിന്നെ അതിൻ്റെ ഷാഡോയും കൊടുത്തിട്ടുണ്ട്. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ഷാഡോ ഓഫ് ദ ട്രീ ബി സീൻ ഇൻ ദ മോർണിംഗ്? രാവിലെ ഈ ട്രീയുടെ ഷാഡോ ഏത് ഡയറക്ഷനിലായിരിക്കും? ആൻസർ എന്താ പറയുക? ടുവേർഡ്സ് ഈസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടാണ് കാണുക. ഇനി രണ്ടാമത്തത്, ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ഷാഡോ ഓഫ് ദിസ് ട്രീ ബി ഇൻ ദ ഈവനിങ്? ഇനി ഈവനിങ്, വൈകുന്നേരം എവിടെയായിരിക്കും? അത് ടുവേർഡ്സ് ഈസ്റ്റിലേക്കായിരിക്കും. വാട്ട് ചേഞ്ച് ക്യാൻ യു സീൻ ഇൻ ഇറ്റ് അറ്റ് നൂൺ? ഉച്ച സമയത്ത് ഡയറക്ട്ലി അബവ് ദി ട്രീ, മുകളിലായിട്ടാവും കാണാം. Okay, observe the change in the size and the direction of the shadow of tree in the above situation. Record it in your science diary. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ 3 സിറ്റുവേഷൻ, രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, ഈ 3 സിറ്റുവേഷനിലും ഷാഡോ ഫോം ചെയ്യുന്ന പൊസിഷനും അതേപോലെ തന്നെ ഷാഡോൻ്റെ വലുപ്പത്തിലും എന്തൊക്കെ മാറ്റം ഉണ്ടെന്ന് നിരീക്ഷിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോർണിംഗ് ആണെച്ചെങ്കിൽ എന്താണ്? ഷാഡോ വലുതായിരിക്കും. ഈവനിങ് ആണെച്ചെങ്കിലും ഷാഡോ വലുതായിരിക്കും. ഉച്ചയ്ക്കാണെച്ചെങ്കിൽ ഷാഡോ എന്തായിരിക്കും? ചെറുതായിരിക്കും. പിന്നെ മോർണിംഗിൽ വെസ്റ്റ് സൈഡിലും ഈവനിങ്ങിൽ ഈസ്റ്റ് സൈഡിലും, ഉച്ചയ്ക്ക് എവിടെയാണ്? ഉച്ചയ്ക്ക് അത് മുകളിലായിട്ടുമാണ് കാണുന്നത്, ഷാഡോ കാണുന്നത്. വിൽ ദ ഷേപ്പ് ഓഫ് ദി ഷാഡോ ബി ദ സെയിം അറ്റ് ഓൾ ടൈംസ്? ലെറ്റ്സ് ഡു എൻ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. ഇനി ഈ ഷാഡോൻ്റെ ഷേപ്പ് എപ്പോഴും എല്ലാ സമയത്തും ഒരേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് എന്താണ്? ഹോൾഡ് എ ബാങ്കിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ 1, ലൈറ്റ് എ ടോർച്ച് എഗെയിൻസ്റ്റ് ഇറ്റ്. അപ്പോൾ ഫിഗർ 1 കൊടുത്തതുപോലെ ബാങ്കിൾ വളങ്ങനെ പിടിക്കുക, എന്നിട്ട് അതിനെ എഗെയിൻസ്റ്റ് എതിരായിട്ട് എന്താണ്? ലൈറ്റ് അടിക്കുക ടോർച്ച് ഉപയോഗിച്ചിട്ട്. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദി ഷാഡോ ഫോംഡ് ഓൺ ദി വോൾ. എന്നിട്ട് എന്താണ്? ചുമരിൽ ഫോം ഉണ്ടായിട്ടുള്ള നിഴലിൻ്റെ ഷേപ്പ് നിരീക്ഷിക്കാം. ഹോൾഡ് എ ബാങ്കിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ 2 and 3. റിപ്പീറ്റ് ദ പ്രോസസ്. ആർ ദ ഷേപ്സ് ഓഫ് ഓൾ 3 ഷാഡോസ് ദി സെയിം? എന്നിട്ട് ഫിഗർ 2ലും 3ലും കാണിച്ചതുപോലെ ബാങ്കിൾ പിടിച്ചിട്ട് വീണ്ടും ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് രീതിയിലും ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരേ ഷേപ്പാണോ കിട്ടിയത്? അല്ല അല്ലേ, വ്യത്യസ്ത ഷേപ്പാണ് കിട്ടുക. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ഗിവൺ ഇൻ ദ സയൻസ് കിറ്റ്. സയൻസ് കിറ്റിൽ തന്നിട്ടുള്ള ഈ താഴെ പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ്? പെന്ന് ഉപയോഗിച്ചിട്ട് ഈ ഫിഗർ 1 കാണുന്നത് പോലെ പെന്ന് പിടിച്ചിട്ട് ചെയ്യുക, 2 കാണുന്നത് പോലെ ചെയ്യുക, 3 കാണുന്നത് പോലെ ചെയ്യുക. അതേപോലെ ക്രിക്കറ്റ് ബോള്, പിന്നെ ഗ്ലാസിൻ്റെ പീസ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ്, ഫുട്ബോൾ, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാം. Hold each object against the wall in different ways and light the torch onto the tablet your observation. അപ്പം
ഇത് ടോർച്ച് അടിച്ചിട്ട് ഇതിൻ്റെ ഷാഡോ ചുമരിലേക്ക് പതിപ്പിച്ചിട്ട് ഷേപ്പിൽ ചേഞ്ച് വരുന്നുണ്ടോ അതാണ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്താണ് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടേബിൾ ഇതാണ്. അപ്പോൾ ഒബ്ജക്റ്റ്, ഫസ്റ്റ് ഒബ്ജക്റ്റ് പെന്ന്, ദ ഷേപ്പ് ഓഫ് ദി ഷാഡോ. അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ എന്താണ് ദ ഷേപ്പ് ചേഞ്ചസ്, 3 തരത്തിലും ചെയ്ത് നോക്കിയപ്പോൾ എന്താണ് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഇനി ഫുട്ബോളിൽ എന്താണ് ഷേപ്പ് മാറുന്നില്ല, ഡസ് നോട്ട് ചേഞ്ച്. ക്രിക്കറ്റ് ബോൾ, അതിലും ഷേപ്പ് മാറുന്നില്ല. ഇനി പീസ് ഓഫ് ഗ്ലാസിൻ്റെ പീസിൽ എന്താണ് ഷാഡോ ഡസ് നോട്ട് ഫോം, ഷാഡോ ഫോം ചെയ്യുന്നില്ല, നിഴലെ ഫോം ചെയ്യുന്നില്ല ഗ്ലാസ് പീസിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അത് ലൈറ്റിനെ കടത്തിവിടും. അപ്പോൾ അതിലേക്ക് അടിക്കുന്ന ലൈറ്റിനെ അത് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലൈറ്റിനെ കടത്തിവിടുകയാണ് വെച്ചെങ്കിൽ അവിടെ എന്താണ് ഷാഡോ ഫോം ചെയ്യില്ല. അപ്പോൾ ഗ്ലാസ് പീസിൽ എന്താണ് ഷാഡോയെ ഫോം ചെയ്യുന്നില്ല, നിഴലെ ഫോം ചെയ്യുന്നില്ല. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പ്ലേറ്റിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, സ്റ്റീൽ ഗ്ലാസ്സിലും ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓൺ വിച്ച് സൈഡ് ഓഫ് ദി സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് ദ ഷാഡോ ഫോംഡ്. ഷാഡോ ഫോം ചെയ്യുന്നത് ആ ലൈറ്റിൻ്റെ ഏത് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. വിച്ച് വർ ദി ഒബ്ജക്റ്റ് ദാറ്റ് ഓൾവേസ് ഫോം ഷാഡോ ഓഫ് ദിസ് സെയിം ഷേപ്പ്. ഇനി ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാലാണ് ഒരേ ഷേപ്പിലുള്ള ഷാഡോ കിട്ടുന്നത്? ഫുട്ബോളും ക്രിക്കറ്റ് ബോളിലൊക്കെ എന്താണ് ഏത് രീതിയിൽ പിടിച്ചാലും എന്താണ് ഒരേ ഷേപ്പ് തന്നെയാണ് ഷാഡോയിൽ കിട്ടുന്നത്. കാരണം ഫുട്ബോളും ക്രിക്കറ്റും ഏത് ഷേപ്പ്, ഒരു സ്ഫിയറിൻ്റെ ഷേപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് എങ്ങനെ അത് പിടിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഷേപ്പ് അത് തന്നെയായിരിക്കും, ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഓൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഫോംസ് ഷാഡോസ്. ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ കടത്തി വിടാത്ത വസ്തുക്കളാണ് ഒപ്പാക്ക്. അപ്പോൾ എല്ലാ ഒപ്പാക്കായിട്ടുള്ള വസ്തുക്കളും എന്താണ് ഷാഡോ ഫോം ചെയ്യും. ഗ്ലാസ് എന്താണ് ഒപ്പാക്ക് അല്ല, അത് ലൈറ്റിനെ കടത്തി വിടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഷാഡോ ഫോം ചെയ്യില്ല. ഓക്കെ, ഷാഡോ ഫോംസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദി സോഴ്സ് ഓഫ് ലൈറ്റ്. ഇനി ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എപ്പോഴും ഷാഡോ ഫോം ചെയ്യുന്നത്. ഓൺലി സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് ഓൾവേസ് ഫോം സർക്കുലർ ഷാഡോ. ഇനി സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എപ്പോഴും എന്താണ് സർക്കുലർ ഷാഡോസ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റ് ബോളിൻ്റെയും ഷാഡോസിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാത്തത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ ഷാഡോൻ്റെ ഡയറക്ഷൻ പറഞ്ഞത് ഇതിൻ്റെ ബേസിലാണ്. അതായത് മോർണിംഗിൽ സൺ ഉണ്ടാവുക ഈസ്റ്റിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഡോ ഉണ്ടാവുക വെസ്റ്റിലായിരിക്കും. ഈവനിങ്ങിൽ സൺ ഉണ്ടാവുക വെസ്റ്റിലാണ്, അപ്പോൾ ഷാഡോ ഉണ്ടാവുക ഈസ്റ്റിലായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ദ ഷാഡോ ഓഫ് സെലീഷ്യൽ സ്ഫിയേഴ്സ്. ഇനി ആകാശഗോളങ്ങളുടെ ഷാഡോനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആകാശഗോളങ്ങൾ ഏതൊക്കെയാണ്? സണ്ണ്, മൂണ്, പ്ലാനറ്റ്സ്, അതൊക്കെ. ഓക്കെ, ഫസ്റ്റ് ദ എർത്ത്, ദ മൂൺ ആൻഡ് ദി അതർ സെലീഷ്യൽ ബോഡി ആർ ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഡു ദേ ഫോം ഷാഡോസ്. അപ്പോൾ എർത്തും മൂണും ബാക്കിയുള്ള ആകാശഗോളങ്ങളൊക്കെ എന്താണ് ഒപ്പാക്കാണ്. ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കടത്തി വിടാത്തവ. അപ്പോൾ അതെന്താണ് ഷാഡോസ് ഫോം ചെയ്യിക്കുന്നുണ്ടോ? ഷാഡോസ് ഫോം ചെയ്യിക്കുന്നുണ്ട്. വി ഹാവ് ലേൺ ദാറ്റ് ദ സൺ എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് വെരി ലാർജ് ആൻഡ് ദാറ്റ് ദ എർത്ത് ഈസ് റിലേറ്റീവ്ലി സ്മോൾ ഇൻ സൈസ്. അപ്പം ലൈറ്റിൻ്റെ ഏറ്റവും വലിയ സോഴ്സാണ് സണ്ണ്. ഈ സണ്ണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എർത്തിനേക്കാൾ വലുതാണ്. അതായത് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സണ്ണിനേക്കാൾ ചെറുതാണ്. അപ്പോൾ സണ്ണിൽ നിന്ന് എർത്തിലേക്ക് ലൈറ്റ് വരുന്നതാണ്, അതിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒബ്സർവ് ദ റേ ഡയഗ്രാം ഓഫ് സൺലൈറ്റ് റീച്ചിങ് ദ എർത്ത്. അപ്പോൾ എർത്തിൽ സൺലൈറ്റ് എത്തുന്നതിൻ്റെ ആ ഒരു റേ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, എർത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. എർത്ത് ഒരു ഒപ്പാക്ക്, ലൈറ്റിനെ കടത്തി വിടാത്തൊരു വസ്തു ആയതുകൊണ്ട് എന്താണ് അത് എർത്തിലൂടെ ഈ സൺലൈറ്റ് കടന്നു പോകുന്നില്ല. ദ എർത്ത് ഡസ് നോട്ട് അലോ സൺലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. അപ്പം എർത്ത് എന്താണ് സൺലൈറ്റിനെ അതിലൂടെ കടത്തി വിടുന്നില്ല. ഹെൻസ് ഷാഡോ ഈസ് ഫോംഡ് ഓൺ ദി അതർ സൈഡ്. അപ്പം അതുകൊണ്ട് തന്നെ ഷാഡോ ഫോം ചെയ്യുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരിക്കും. അവിടെ ഏത് മാർക്ക് ചെയ്ത് അവിടെയാണ് ഷാഡോ ഫോം ചെയ്യുന്നത്. ഒബ്സർവ് ദ ഷെയ്ഡഡ് പാർട്ട് എ ഇൻ ദ ഫിഗർ വിച്ച് ദ ഷാഡോ ഓഫ് ദ എർത്ത് ഈസ് ഫോംഡ്. അപ്പം ഈ ഫിഗറിൽ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം അവിടെയാണ് ഷാഡോ ഫോം ചെയ്യുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് ഒരിക്കലും എർത്തിലൂടെ ഡയറക്റ്റ് കടന്നു പോകുന്നില്ല. ഓക്കെ, ലുക്ക് അറ്റ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത് ഷാഡോ. ഡസൻറ്റ് ഇറ്റ് ലുക്ക് ലൈക്ക് എ കോൺ ഐസ്ക്രീം ഷേപ്പ്. അപ്പോൾ എന്താ ഒരു കോൺ ഐസ്ക്രീം ഷേപ്പിലാണ് അതിൻ്റെ ഷാഡോ ഉള്ളത്. വാട്ട് ആർ ദാറ്റ് ഫാക്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് എർത്ത് ഷാഡോ. അപ്പം
എന്തൊക്കെ കാര്യങ്ങളാണ് എർത്തിൻ്റെ ഷാഡോനെ കുറിച്ച് മനസ്സിലായതെന്നാണ് ഇത്രയും നേരം പറഞ്ഞതാണ് ഇവിടെ പോയിന്റ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ബീങ് എൻ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ദ എർത്ത് ഫോം ഇറ്റ്സ് ഷാഡോ. അതായത് എർത്ത് എന്താണ്? ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? ഷാഡോ ഫോം ചെയ്യുന്നുണ്ട്. ദ ഷാഡോ ഓഫ് ദി എർത്ത് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി സൺ. ഇനി എർത്തിൻ്റെ ഷാഡോ എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയാണ്? സണ്ണിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, സൂര്യൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദ എർത്ത് ഷാഡോ ഗ്രാജുവലി ഡിമിനിഷ് ആൻഡ് ഫൈനലി ഡിസപ്പിയർ ആസ് ഇറ്റ് മൂവ്സ് എവേ. അകലേക്ക് പോകും തോറും എന്താണ്? ഭൂമിയുടെ നിഴൽ, ഭൂമിയുടെ ഷാഡോ എന്താണ്? ചെറുതായി ചെറുതായി ഇല്ലാതെയാവുന്നു. You have now understood the shape of shadow of the earth. Guess whether it will be day or night where earth shadow is formed. ഇനി എർത്തിൻ്റെ ഷാഡോ രാവിലെയാണോ രാത്രിയാണോ ഫോം ചെയ്യുക? രാത്രിയാണ്. ഡിസ്കസ് വിത്ത് ദ ടീച്ചർ ആൻഡ് ചെക്ക് വെദർ യുവർ ഗസ് ഈസ് കറക്റ്റ്. ടീച്ചറോട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ഗസ് കറക്റ്റാണോ എന്ന് നോക്കാനാണ്. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ എന്താണ്? ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആർ ഓൾ സെലീഷ്യൽ ബോഡീസ് ഓഫ് ദി സെയിം സൈസ്. എല്ലാ സെലീഷ്യൽ ബോഡീസിനും ഒരേ സൈസാണുള്ളത്. ദ സൈസ് ഓഫ് ദി ഷാഡോ വാരി വിത്ത് ദ ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് സെലീഷ്യൽ ബോഡീസ്. അപ്പം ഈ ആകാശഗോളങ്ങളുടെ വലുപ്പം മാറുന്നതിനനുസരിച്ചിട്ട് അത് ഫോം ചെയ്യുന്ന ഷാഡോൻ്റെ വലുപ്പത്തിലും വ്യത്യാസമുണ്ട്. ഡസൻ ദ മൂൺ ഓൾസോ കാസ്റ്റ് ഷാഡോ ലൈക്ക് ദിസ്. ഇനി ഇതുപോലെ മൂണും ഷാഡോ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഇൻ എ സെലീഷ്യൽ സ്ഫിയർ ഇറ്റ് ഈസ് ഡേ വേർ ദ ലൈറ്റ് ഫോൾ ആൻഡ് നൈറ്റ് വേർ ദി ഷാഡോ ഈസ് ഫോംഡ്. അപ്പം ഒരു ആകാശഗോളത്തിൽ പ്രകാശം വീഴുന്ന ഭാഗം, ലൈറ്റ് വീഴുന്ന ഭാഗം എന്താണ്? ഡേയും പകലും. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഷാഡോ ഉണ്ടാവുന്ന ഭാഗം എന്തായിരിക്കും? രാത്രിയായിരിക്കും. അപ്പോൾ നേരത്തെ കാണിച്ച ആ പിക്ചറിൽ സൂര്യനിൽ നിന്ന് എർത്തിലേക്ക് ആ ഒരു സൺലൈറ്റ് വരുന്ന ഒരു പിക്ചർ കാണിച്ചില്ല. ആ പിക്ചറിലും ആ സൺലൈറ്റ് വരുന്ന ആ ഒരു ഭാഗം അതാണ് എർത്തിൽ ഡേ ടൈമും. ഇനി ആ എർത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കോൺ ഷേപ്പിൽ കാണുന്നത് അവിടെയാണ് നൈറ്റും വരിക. ഓക്കെ. ഇനി മൂൺ ഇൻ എർത്ത് ഷാഡോസ്. ഇനി ചന്ദ്രൻ എന്താണ്? ഭൂമിയുടെ നിഴലിൽ വരുമ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. വി നോ ദാറ്റ് ദ മൂൺ ഈസ് എ സ്ഫിയർ ദാറ്റ് റിവോൾവ് അറൗണ്ട് ദി സൺ. നമുക്കറിയാം മൂൺ എന്താണ്? എർത്തിനെ ചുറ്റുന്നുണ്ട്. എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ പ്രോബബിൾ പൊസിഷൻ ഓഫ് ദി മൂൺ ഇൻ ദ ഷാഡോ ഓഫ് ദി എർത്ത്. ഈ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് പിക്ചറിലും ഏതിത്തെ പോലെ വരുമ്പോഴാണ് ഈ എർത്തിൻ്റെ നിഴലിൽ മൂണ് വരിക. അപ്പോൾ പിക്ചർ 1 ഫിഗർ എയിൽ എന്താണ്? സണ്ണിനും എർത്തിനും ഇടയിലാണ് മൂണ്. ഇനി ഫിഗർ ബിയിലാണെങ്കിൽ സണ്ണിനും മൂണിനും ഇടയിലാണ് എർത്ത്. അപ്പോൾ ഇതിൽ ഏത് രീതിയിൽ വന്നാലാണ് എർത്തിൻ്റെ ഷാഡോയിൽ മൂണ് വരുന്നത്? ഫിഗർ ബീത്തെ പോലെ വന്നാലാണ്, അതായത് സണ്ണ് എർത്ത് മൂണ് അങ്ങനെ വന്നിട്ടുണ്ട് വെച്ചെങ്കിലാണ് എർത്തിൻ്റെ ഷാഡോയിൽ മൂണ് വരിക. നമ്മൾ തൊട്ട് മുന്നേ നോക്കിയിട്ടുള്ള പിക്ചർ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അതായത് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് എന്താണ്? എർത്തിലൂടെ പാസ് ചെയ്യില്ല. അപ്പോൾ എർത്തിലൂടെ പാസ് ചെയ്യാത്തത് കൊണ്ട് എന്താണ്? അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ബാക്ക് സൈഡിലായിട്ട് ഷാഡോ ഫോം ചെയ്യും. അപ്പോൾ ബാക്ക് സൈഡിലുള്ളത് മൂണാണ്. അപ്പോൾ അവിടെയാണ് ഷാഡോ ഫോം ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ദ ഫിഗർ ബിലോ ഷോസ് ദ സെലീഷ്യൽ സ്ഫിയർ ദ സൺ ആൻഡ് ദി എർത്ത് ആൻഡ് ദി മൂൺസ് ഓർബിറ്റ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫിഗറിൽ ഇനി എന്താ കൊടുത്തിട്ടുള്ളത്? സൺ ഉണ്ട്, പിന്നെ എർത്ത് ഉണ്ട്, പിന്നെന്താണ്? ഈ മൂണ് എർത്തിനെ ചുറ്റുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു പാത്ത് ഉണ്ട്. ഓക്കെ. ഇനി ബി സി ഡി ആർ ദ വേരിയസ് പൊസിഷൻ ഇൻ ദ പാത്ത് ത്രൂ വിച്ച് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദിസ് എർത്ത്. അപ്പോൾ അതായത് എർത്തിനെ മൂണ് ചുറ്റുമ്പം അതിൻ്റെ ആ ഒരു വ്യത്യസ്ത പാത്തുകളാണ് ബി സി ഡി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആരോ മാർക്കാണ് ആ മൂണ് കറങ്ങുന്നതിൻ്റെ ആ ഒരു ഡയറക്ഷൻ കാണിക്കുന്നത്. ഇനി അറ്റ് വിച്ച് ഓഫ് ദീസ് പൊസിഷൻ ഡസ് ദ മൂൺ എൻ്റർ ദി എർത്ത് ഷാഡോ. അപ്പം ബി സി ഡി ഈ 3 പൊസിഷനിൽ ഏത് പൊസിഷനിലൂടെയാണ് എർത്തിൻ്റെ ഷാഡോയിലേക്ക്, എർത്തിൻ്റെ നിഴലിലേക്ക് മൂണ് കടക്കുന്നത്? അപ്പോൾ ഡയറക്ഷൻ കാണിച്ചത് വെച്ചിട്ട് നമുക്ക് പറയാം ബി ആണ് എന്ന്. ഓക്കെ. ബി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റ് വിച്ച് പൊസിഷൻ ഡസ് ദ മൂൺ എൻ്റർ കംപ്ലീറ്റ്ലി ഇൻ ദ എർത്ത് ഷാഡോ. ഇനി കംപ്ലീറ്റ് ആയിട്ട് എർത്ത് ഷാഡോയിൽ വരുന്നത് സിയിലാണ്. ഇനി അറ്റ് വിച്ച് പോയിന്റ് ഡസ് ദി മൂൺ കംസ് ഔട്ട് ഓഫ് ദി എർത്ത് ഷാഡോ, അത് ഡിയിലാണ്. ഓക്കെ. ഇൻ ദ അബോവ് പിക്ചർ ദ പാർട്ട് ഓഫ് ദി മൂൺ വേർ സൺലൈറ്റ് ഫോൾസ് ഈസ് ഫേസിങ് ദ എർത്ത്. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ
സൂര്യപ്രകാശം വീഴുന്ന ഒരു ചന്ദ്രൻ്റെ ആ ഭാഗമുണ്ട്, ആ ഒരു ഭാഗമാണ് ഭൂമിക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ സൂര്യപ്രകാശം വീഴുന്ന ആ ഒരു ചന്ദ്രൻ്റെ ഭാഗമാണ് ഭൂമിക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താണ്, അങ്ങനെ ഫേസ് നിൽക്കുമ്പം ഭൂമിയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ചന്ദ്രനെ കാണാൻ പറ്റും. ബട്ട് വെൻ യു റീച്ച് പൊസിഷൻ സി യു കനോട്ട് സീ ദ മൂൺ. ഇനി കറങ്ങിയിട്ട് എന്താണ്, ഈ സി എന്ന് പറഞ്ഞ പൊസിഷനിൽ മൂൺ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, മൂണിനെ കാണാൻ പറ്റില്ല. കാരണം മൂൺ അപ്പം എവിടെ എത്തി, എർത്തിൻ്റെ ഷാഡോ നിഴലിലെത്തി. അപ്പം അതുകൊണ്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. isn't because the moon comes in the shadow of the earth. അപ്പം എന്താണ് ഇതിനുള്ള കാരണം, മൂൺ എന്താണ് എർത്തിൻ്റെ ഷാഡോയിൽ എത്തിയത് കൊണ്ടാണോ? അതെ അല്ലേ, മൂൺ കംസ് ഇൻ ദ ഷാഡോ ഓഫ് എർത്ത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് സി എന്ന് പറഞ്ഞ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് മൂണിനെ കാണാൻ പറ്റാത്തത്. അത് നമ്മൾ പറയുന്നത് ലൂണാർ എക്ലിപ്സ് ആണ്. ആസ് ദി മൂൺ റിവോൾവ് അറൗണ്ട് ദ എർത്ത് സംടൈംസ് കംസ് ബിറ്റ്വീൻ ദി സൺ ആൻഡ് ദി മൂൺ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. അതായത് മൂൺ എന്താണ്, ഭൂമിയെ ചുറ്റാണ്. അപ്പം ചന്ദ്രൻ ഭൂമിയെ ചുറ്റാണ്. അപ്പം എർത്ത് എന്താണ്, ചില സമയത്ത് സണ്ണിനും മൂണിനും ഇടയിൽ വരും. നേർരേഖയിൽ സണ്ണിനും മൂണിനും ഇടയിൽ എർത്ത് വരും. അപ്പോൾ ഈ ഒരു ടൈം, ലൈക്ക് ദിസ് ടൈം ദ മൂൺ വിൽ ബി ഇൻ ദ ഷാഡോ ഓഫ് ദി എർത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ മൂൺ എവിടെയായിരിക്കും, എർത്തിൻ്റെ ഷാഡോയിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, മൂണിനെ കാണാൻ പറ്റില്ല. ഇതാണ് ലൂണാർ എക്ലിപ്സ്. ദിസ് ഇസ് ദി ലൂണാർ എക്ലിപ്സ്. ഇതാണ് ചന്ദ്രഗ്രഹണം. അപ്പോൾ ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഈ എർത്ത് എന്താണ്, സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിൽ എർത്ത് വരും. അപ്പോൾ മൂൺ എവിടെയായി, എർത്തിൻ്റെ ഷാഡോയിലായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ മൂണിനെ കാണാൻ പറ്റില്ല. അപ്പം അതിനെയാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണം. ലൂണാർ എക്ലിപ്സ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിനോമിന വിസിബിൾ ഇൻ ദ സ്കൈ. ഡ്യൂറിങ് എ ടോട്ടൽ എക്ലിപ്സ് ദ മൂൺ അപ്പിയേഴ്സ് ഡിം ഇൻ ഓറഞ്ചിഷ് റെഡ് കളർ. റിമെമ്പർ ടു ഒബ്സർവ് ദ അപ്കമിങ് ലൂണാർ എക്ലിപ്സ് വിത്തൗട്ട് ഫെയിൽ. അപ്പോൾ ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ, ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ, വളരെ ഭംഗിയുള്ളൊരു, ആകാശത്ത് നടക്കുന്ന ഭംഗിയുള്ളൊരു ഫിനോമിനയാണ്. ആ ഒരു സമയത്ത് എന്താണ്, ഒരു ഓറഞ്ചിഷ് റെഡ് കളറിലാണ് ഇത് കാണുക. ഇനി ഒരു ലൂണാർ എക്ലിപ്സ് വരുമ്പോൾ നിങ്ങൾ അത് ഒരിക്കലും മിസ് ചെയ്യരുത്, നിങ്ങളത് ഒബ്സർവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്, എർത്ത് ആൻഡ് മൂൺസ് ഷാഡോ. ഭൂമിയും ചന്ദ്രൻ്റെ നിഴലും. വാട്ട് ഹാപ്പൻ വെൻ ദി മൂൺ കംസ് ഇൻ സ്ട്രൈറ്റ് ലൈൻ ബിറ്റ്വീൻ ദി സൺ ആൻഡ് ദി എർത്ത്. ഇനി സണ്ണിനും എർത്തിനും ഇടയിൽ മൂൺ വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? നേരത്തെ എന്താണ്, മൂണിനും സണ്ണിനും ഇടയ്ക്ക് എർത്ത് വരുമ്പോൾ അവിടെ എന്താ, ലൂണാർ എക്ലിപ്സ് ഉണ്ടായി. ഇനി സണ്ണിനും എർത്തിനും ഇടയിൽ മൂണാണ് വരുന്നത് വെച്ചെങ്കിൽ എന്താ ഉണ്ടാവുക എന്നാണ്. ദ മൂൺ ഈ സ്മോളർ സ്ഫിയർ ദാൻ എർത്ത്. എർത്തിനേക്കാൾ ചെറിയൊരു സ്ഫിയറാണ് മൂണ്. ക്യാൻ ദ ഷാഡോ ഓഫ് ദി മൂൺ കംപ്ലീറ്റ്ലി കവർ ദി എർത്ത്. അപ്പം എന്താണ്, ഈ മൂണിൻ്റെ, ചന്ദ്രൻ്റെ എന്താണ് നിഴലിന് ഭൂമിയെ മുഴുവനായിട്ടും മറക്കാൻ പറ്റുമോ? ഒബ്സർവ് ദ പിക്ചർ, റെക്കോർഡ് യുവർ ഇൻഫറൻസ് ഇൻ ദ സയൻസ് ഡയറി. അപ്പം അങ്ങനെ പറ്റില്ല. ഈ ചന്ദ്രൻ്റെ നിഴലിന് എന്താണ്, ഭൂമിയെ പൂർണ്ണമായും മറക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കവർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൂണ് വളരെ സ്മോളാണ് എർത്തിനേക്കാൾ. നോ, ബിക്കോസ് മൂൺ ഈസ് സ്മോളർ ദാൻ എർത്ത്. അപ്പോൾ പിക്ചർ നോക്കും, സണ്ണുണ്ട്, പിന്നെ മൂണുണ്ട്, എർത്ത് ഉണ്ട്. ഇവിടെ എന്താ, ദ പോർഷൻ വേർ ദി ഷാഡോ ഓഫ് ദി മൂൺ ഫോൾസ് ഓൺ ദി എർത്ത്. അതായത് മൂൺ എന്താണ്, മൂണിൻ്റെ ഷാഡോ ഫുള്ളായിട്ട് എർത്തിനെ കവറില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പോർഷനൊക്കെ, അപ്പോൾ ആ പോർഷനാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നൗ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് മൂൺസ് ഷാഡോ ഡസ് നോട്ട് കംപ്ലീറ്റ്ലി കവർ ദി എർത്ത്. Can those people on the side in which the moon's shadow fall on the earth see the sun at that time? അപ്പം ഏത് ഭാഗത്താണ് ഈ മൂണിൻ്റെ ഷാഡോ വീഴുന്നത്, എർത്തിൽ ഏത് ഭാഗത്താണ് ഈ ചന്ദ്രൻ്റെ നിഴലുള്ളത്, അവിടെയുള്ള ആൾക്കാർക്ക് സൂര്യനെ കാണാൻ പറ്റുമോ? അത് സൺ cannot be seen at that time because the moon is covering sun. അപ്പോൾ ആ സമയത്ത് സണ്ണിനെ കാണാൻ പറ്റില്ല. കാരണം മൂൺ എന്താണ്, സണ്ണിനെ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എർത്തിൽ നിന്ന് നോക്കുമ്പം അവർക്ക് എന്താണ്, സണ്ണിനെ കാണാൻ പറ്റില്ല. ഇതിനെയാണ് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ സണ്ണിനും എർത്തിനും ഇടയ്ക്ക് എന്താണ്, മൂണ് വരിക. ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ സണ്ണിനും മൂണിനും ഇടയ്ക്ക് എർത്ത് വരിക. Solar eclipse. When the moon revolve around the earth, the moon rarely come in between earth and the sun in a straight line. അതായത് ഇങ്ങനെ മൂൺ എന്താണ്, എർത്തിനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് റയറായിട്ട് എപ്പോഴെങ്കിലും സണ്ണിനും എർത്തിനും ഇടയിൽ എന്താണ്, മൂൺ വരും. അറ്റ് ദിസ് ടൈം ദ മൂൺസ് ഷാഡോ ഫോൾ ഓൺ ദി എർത്ത്. പീപ്പിൾ ഇൻ ദ ഏരിയ വേർ ദി മൂൺ ഷാഡോ ഫോൾസ് കനോട്ട് സീ ദ സൺ ബിക്കോസ് ദി മൂൺ കവർ ദി സൺ.
അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മൂണിൻ്റെ ഷാഡോ എർത്തിൻ്റെ ഏത് ഭാഗത്താണ് വീഴുന്നത് അവിടെയുള്ള ആൾക്കാർക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. കാരണം മൂണ് ഈ സണ്ണിനെ കവർ ചെയ്തിട്ടുണ്ടാവും. ദിസ് ഈസ് സോളാർ എക്ലിപ്സ്. അപ്പോൾ അതാണ് സോളാർ എക്ലിപ്സ്. എ സോളാർ എക്ലിപ്സ് ഈസ് വിസിബിൾ ഓൺലി ടു ദോസ് ഇൻ ദ ലൂണാർ ഷാഡോ. അപ്പം ഒരു സോളാർ എക്ലിപ്സ് എപ്പോഴും ഒരു ചന്ദ്രൻ്റെ നിഴലിലാണ് എപ്പോഴും സോളാർ എക്ലിപ്സ് കാണാം. അപ്പം സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ മൂണിനും സണ്ണിനും ഇടയിൽ എർത്ത് വരുന്നത്. ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ നടുവിൽ സെൻട്രൽ വരിക മൂണായിരിക്കും, സണ്ണിനും എർത്തിനും ഇടയ്ക്ക് മൂണ് വരിക. ഇനി അവിടെ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് സോളാർ എക്ലിപ്സ്. ഡിഫറെൻറ്റ് സോളാർ എക്ലിപ്സിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള സൂര്യഗ്രഹണത്തിൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ടോട്ടൽ സോളാർ എക്ലിപ്സ്, പിന്നെ ഒന്ന് ആനുലാർ സോളാർ എക്ലിപ്സ്, പിന്നെ പാർഷ്യൽ സോളാർ എക്ലിപ്സ്. വി ക്യാൻ ഒബ്സർവ് ടോട്ടൽ സോളാർ എക്ലിപ്സ്, ആനുലാർ സോളാർ എക്ലിപ്സ് ആൻഡ് പാർഷ്യൽ സോളാർ eclipse. Analyze the above picture, discuss their characteristics and record them in the science diary. അപ്പം ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ട് ടോട്ടൽ സോളാർ എക്ലിപ്സിനെയും ആനുലാർ സോളാർ എക്ലിപ്സിനെയും പാർഷ്യൽ സോളാർ എക്ലിപ്സിനെയൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ടോട്ടൽ സോളാർ എക്ലിപ്സ്. അപ്പം അങ്ങനെ പറഞ്ഞത് ടോട്ടൽ സോളാർ എക്ലിപ്സ് ഹാപ്പൻ വെൻ ദ മൂൺസ് പാസസ് ബിറ്റ്വീൻ ദി സൺ ആൻഡ് എർത്ത് കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ ഫേസ് ഓഫ് ദി സൺ. അപ്പം മൂൺ സണ്ണിൻ്റെയും എർത്തിലൂടെയും പാസ് ചെയ്യുന്ന സമയത്താണ് ടോട്ടൽ സോളാർ എക്ലിപ്സ് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് മൂണ് സണ്ണിനെ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റില്ല. ദ മൂൺ അപ്പിയേഴ്സ് ലാർജർ ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസർ ടു ദി എർത്ത് ഇൻ ഇറ്റ്സ് ഓർബിറ്റ്. അപ്പം ഈ ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സ് സമയത്ത് നമുക്ക് മൂണ് വലുതായിട്ടാണ് തോന്നുന്നത്, കാരണം അത് എർത്തിനോട് ചേർന്നിട്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ആനുലാർ സോളാർ എക്ലിപ്സ് ആണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. ദ മൂൺ അപ്പിയേഴ്സ് സ്മോളർ ദാൻ ദി സൺ ബിക്കോസ് ഇറ്റ് ഈസ് ഫർദർ എവേ ഇൻ ഇറ്റ്സ് ഓർബിറ്റൽ. അപ്പം മൂണ് ചെറുതായിട്ടാണ് കാണുക, കാരണം ഇത് എർത്തിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കും. ദ മൂൺ കവേഴ്സ് മോസ്റ്റ് ഓഫ് ദി സൺ ലീവിങ് എ ബ്രൈറ്റ് റിംഗ് ഓഫ് ദി സൺസ് ഡിസ്ക് വിസിബിൾ അറൗണ്ട് ദ മൂൺ. അപ്പോൾ ആ പിക്ചറിൽ കാണുന്ന പോലെ സണ്ണിന് ചുറ്റും ഒരു റിങ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തത് പാർഷ്യൽ സോളാർ എക്ലിപ്സ്. പാർഷ്യൽ സോളാർ എക്ലിപ്സ് ഒക്കേഴ്സ് വെൻ മൂൺ പാസസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ദി സൺ ബട്ട് ദ സൺ ആൻഡ് മൂൺ ആർ നോട്ട് പെർഫെക്റ്റ്ലി ലൈൻഡ് അപ്പ്. അപ്പം ഇതുണ്ടാവുന്നതും മൂൺ എർത്തിൻ്റെ സണ്ണിൻ്റെ ഇടയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. പക്ഷേ ഇവിടെ സണ്ണും മൂണും പെർഫെക്റ്റായിട്ട് ഒരേ ലൈനിലല്ല വരുന്നത്. അപ്പോൾ ഇതാണ് 3 സോളാർ എക്ലിപ്സ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഒബ്സർവിങ് ദി സോളാർ എക്ലിപ്സ്. ഈ സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നതിനെ കുറിച്ച്. യു മൈറ്റ് ഹാവ് നോട്ടീസ് ദ ന്യൂസ് റിലേറ്റഡ് ടു ദി സോളാർ എക്ലിപ്സ് ഇൻ ന്യൂസ് പേപ്പർ. Places suitable for observing solar eclipse and the precaution to be taken usually appear in the news. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസൊക്കെ നിങ്ങൾ കണ്ടു. അപ്പം ന്യൂസിൽ പറയുന്നത് ഈ സൂര്യഗ്രഹണം കാണാൻ പറ്റുന്ന ചില സ്ഥലങ്ങളെക്കുറിച്ച്, പിന്നെ അത് കാണാൻ പോകുന്നവർ കുറച്ച് മുൻകരുതലുകൾ എടുക്കണം. ഹൗ ക്യാൻ വി ഒബ്സർവ് സോളാർ എക്ലിപ്സ് സേഫ്ലി. അപ്പോൾ ഒരു സൂര്യഗ്രഹണം എങ്ങനെയാണ് സേഫായിട്ട് കാണാൻ പറ്റുക നമുക്ക്. റീഡ് ദ ഫോളോയിങ് നോട്ട് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ് ഇൻ ദ സയൻസ് ഡയറി. താഴെ കൊടുത്തിട്ടുള്ള നോട്ട് വായിച്ചിട്ട് നിങ്ങളോട് സയൻസ് ഡയറിയിൽ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെത്തേഡ് ഓഫ് ഒബ്സർവേഷൻ. ലൂണാർ എക്ലിപ്സ് ക്യാൻ ബി ഒബ്സർവ് ഡയറക്ട്ലി. ചന്ദ്രഗ്രഹണം നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. ബട്ട് ഒബ്സർവിങ് ദി സോളാർ എക്ലിപ്സ് ഡയറക്ട്ലി ഈസ് ഹാംഫുൾ ടു ദി ഐസ്. നമ്മൾ യാതൊരു മുൻകരുതലുകളും ഇല്ലാതെ നമ്മൾ സോളാർ എക്ലിപ്സ് കാണുന്നത് നമ്മുടെ കണ്ണിന് ദോഷമാണ്. Hence, the solar eclipse must be observed only by using filters and reflecting the sun's ray in different ways. അപ്പോൾ നമ്മൾ ഈ സോളാർ എക്ലിപ്സ് കാണുന്ന ആൾക്കാർ ഒന്നുകിൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സൺലൈറ്റിനെ വ്യത്യസ്ത രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് വേണം കാണാൻ. എക്ലിപ്സ് ക്യാൻ ബി ഒബ്സർവ് യൂസിങ് ക്വാളിറ്റി ഫിൽറ്റേഴ്സ് ഇൻ ടെലസ്കോപ്പ് ആൻഡ് ബൈനോക്കുലർ. ആകുമ്പോൾ ബൈനോക്കുലറും ടെലസ്കോപ്പിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം എക്ലിപ്സ് കാണാൻ. ഡെക്കറേറ്റീവ് glitter papers and unsafe X-ray film should not be used for observing solar eclipse. അപ്പോൾ സോളാർ എക്ലിപ്സ് കാണുന്നതിന് വേണ്ടിയിട്ട് സേഫ് അല്ലാത്ത എക്സ്റേ അതേപോലെ തന്നെ ഗ്ലിറ്റർ പേപ്പർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി അവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രെഡിക്റ്റിംഗ് ആൻ എക്ലിപ്സ്. ഒരു ഗ്രഹണം പ്രെഡിക്റ്റ് ചെയ്യുകയാണ്.
There are many software and apps available to predict the eclipse. അപ്പോൾ ഈ എക്ലിപ്സിനെ പ്രവചിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പല സോഫ്റ്റ്വെയർസും ആപ്സും ഉണ്ട്. വിത്ത് സച്ച് ആപ്സ് ഓർ സോഫ്റ്റ്വെയർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇൻ അഡ്വാൻസ് when the eclipse will be most beautiful. These can also be used to watch the scenes of past eclipse again and again. അപ്പം നമുക്ക് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു എക്ലിപ്സ് എപ്പോൾ നടക്കുന്നു മുൻകൂട്ടി അറിയാൻ ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കഴിഞ്ഞു പോയിട്ടുള്ള എക്ലിപ്സ് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കും. അപ്പം ഇത്രയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇത്രയും പോർഷൻസ് കവർ ചെയ്തു. ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയിലൂടെ കാണാം. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.